നമസ്കാരം. ഇന്ന് മലയാള സാഹിത്യ ഭാഗത്തെ നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സാണ്. ഇതിനു മുമ്പുള്ള 2 ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണുക. അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുത്തേക്കാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പദ്യസാഹിത്യത്തിൽ കവിത്രയങ്ങളെക്കുറിച്ചാണ് അല്ലേ. പ്രാചീന കവിത്രയങ്ങളെക്കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ ആധുനിക കവിത്രയങ്ങളെക്കുറിച്ച് പഠിച്ചു. ഇന്ന് നമുക്ക് മറ്റൊരു ഭാഗത്തോട്ടാണ് പോകേണ്ടത്. ജ്ഞാനപീഠം നേടിയ 3 മലയാളത്തിലെ കവികളെക്കുറിച്ചാണ് ഇന്ന് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റ് ചില അനുബന്ധ വസ്തുതകളും കൂടി നമുക്ക് ഈ ഭാഗത്ത് പഠിക്കണം. നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം അല്ലേ. ജ്ഞാനപീഠം കമ്മിറ്റിയാണ് പുരസ്കാരം നൽകുന്നത്. ഈ ജ്ഞാനപീഠ പുരസ്കാര കമ്മിറ്റി രൂപം കൊള്ളുന്നത് 1944 അത് രൂപീകരിച്ചത് ശാന്തി പ്രസാദ് ജെയിൻ എന്ന് പറയുന്ന ആളാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. ജ്ഞാനപീഠ തുക എത്രയാണ്, ജ്ഞാനപീഠ സമ്മാന തുക എത്രയാണ്, അങ്ങനെ ഒരു ചോദ്യമുണ്ട്. 11 ലക്ഷം രൂപയാണ് ജ്ഞാനപീഠ പുരസ്കാര തുക. 1965 ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം കൊടുക്കാൻ തുടങ്ങിയത്. ആദ്യം നേടിയത് ഒരു മലയാള കവിയാണ്, അത് ജി ശങ്കരക്കുറുപ്പാണ്. അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം ഇന്ത്യയിൽ ആദ്യമായി നേടുന്നത് 1965 ആര് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് ജി ശങ്കരക്കുറുപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ്. ഇത് പറയുമ്പോൾ ഇവിടെ സാധാരണഗതിയിൽ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുമ്പോൾ ചോയ്സിനകത്ത് 2 പേരുകളുണ്ടാവും. നിങ്ങളെ അത് കുഴപ്പിക്കും, ശ്രദ്ധിച്ചു വെച്ചോണം. ജി ശങ്കരക്കുറുപ്പ് വേറെ, ജി ശങ്കരപ്പിള്ള വേറെ. ജി ശങ്കരക്കുറുപ്പ് എന്ന് പറയുന്നതാണ് കവി. ജി ശങ്കരപ്പിള്ള എന്ന് പറയുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു നാടകകൃത്താണ്. ജി ശങ്കരപ്പിള്ളയുടേതായിട്ട് ഒരുപാട് നാടകങ്ങളുണ്ട്. അപ്പോൾ ഇവർ 2 പേരെയും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് വച്ചേക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിലബസിനകത്ത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കളെ കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് കവികളെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത്. നോവലിസ്റ്റുകളെ കുറിച്ച് നമ്മൾ ഗദ്യ സാഹിത്യം പഠിക്കുമ്പോൾ പഠിക്കാം. ഇപ്പോൾ നമ്മൾ പദ്യസാഹിത്യമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ മലയാളത്തിൽ 6 പേർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1965 ആദ്യം ജി ശങ്കരക്കുറുപ്പ് ജ്ഞാനപീഠ പുരസ്കാരം നേടി. അത് കഴിഞ്ഞ് 1980 ആദ്യമായിട്ടൊരു നോവലിസ്റ്റ് ജ്ഞാനപീഠ പുരസ്കാരം നേടുന്നു. മലയാളത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ നോവലിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ ജി ശങ്കരക്കുറുപ്പല്ല. ജി ശങ്കരക്കുറുപ്പ് കവിയാണ്. ആദ്യം ജ്ഞാനപീഠം നേടിയത് ആരെന്ന് ചോദിച്ചാൽ ജി ശങ്കരക്കുറുപ്പ് എന്ന് പറയാം. ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച നോവലിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ എസ് കെ പൊറ്റക്കാടാണ്. കോഴിക്കോടുകാരൻ എസ് കെ പൊറ്റക്കാടാണ്. 80 എസ് കെ പൊറ്റക്കാടിന് കിട്ടുന്നു. 84 തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് കിട്ടുന്നു. 1995 എം ടി വാസുദേവനാർക്ക് കിട്ടുന്നു. 2007 ONV കുറുപ്പിന് കിട്ടുന്നു. ഏറ്റവും ഒടുവിൽ 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് കിട്ടുന്നു. ഇവരാണ് ജ്ഞാനപീഠം നേടിയ 6 മലയാളികൾ. ഇതിൽ ഇവരെ പ്രത്യേകം തരം തിരിച്ച് പഠിക്കണം. കാരണം ഈ 6 പേരിൽ 3 പേർ കവികളാണ്, 3 പേർ നോവലിസ്റ്റുകളാണ്. അപ്പോൾ 3 കവികൾ ആരൊക്കെ എന്ന് ചോദിച്ചാൽ അതൊന്ന് ജി ശങ്കരക്കുറുപ്പാണ്. ചേരുംപടി ചേർക്കാനും അല്ലെങ്കിൽ ഒറ്റയാനെ കണ്ടെത്തൂ എന്നൊക്കെ പറഞ്ഞു തരും. ജ്ഞാനപീഠം നേടിയതിൽ 3 പേർ കവികളാണ്. ജി ശങ്കരക്കുറുപ്പ് ഒന്ന്. അത് കഴിഞ്ഞിട്ട് വേറൊരാളാരാ? വേറൊന്ന് ONV കുറുപ്പ്, വേറൊരാള് അത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി അല്ലെ. അപ്പൊ 3 കവികളുണ്ട്, 3 നോവലിസ്റ്റ് ഉണ്ട്. നോവലിസ്റ്റിൽ ആദ്യം എസ് കെ പൊറ്റക്കാട്, അത് കഴിഞ്ഞിട്ട് തകഴി ശിവശങ്കരപ്പിള്ള, അത് കഴിഞ്ഞിട്ട് MT വാസുദേവൻ നായർ. അപ്പൊ അതിനെക്കുറിച്ചൊരു ധാരണ നിങ്ങൾ ഉണ്ടാക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ജി ശങ്കരക്കുറുപ്പിലോട്ട് വന്നാൽ, ജി ശങ്കരക്കുറുപ്പ് ജനിച്ച സ്ഥലം എറണാകുളത്ത് കാലടിയിലാണ്. കാലടി എന്ന് പറഞ്ഞാൽ അറിയാലോ, ശങ്കരാചാര്യർ ജനിച്ച സ്ഥലമാണ് അല്ലെ. ശങ്കരാചാര്യർ ജനിച്ച കാലടിയിൽ തന്നെയാണ് ആരും ജനിച്ചിരിക്കുന്നത്? ജി ശങ്കരക്കുറുപ്പ് ജനിച്ചിരിക്കുന്നത്. സാധാരണ വിശേഷിപ്പിക്കാറുണ്ട് മിസ്റ്റിക് കവി. മിസ്റ്റിക് കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഗൂഢതകളുടെ കവി എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം, അല്ലാതെ നല്ല ജ്ഞാനമുള്ള ആത്മജ്ഞാനമുള്ള കവി എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം. അപ്പോൾ മിസ്റ്റിക് കവി എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ജി ശങ്കരക്കുറുപ്പാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ പറയാറുണ്ട് മൃത്യുബോധത്തിന്റെ
കവി, മൃത്യുബോധത്തിന്റെ കവി. അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. മൃത്യുബോധത്തിന്റെ കവി, അതുപോലെ പ്രകൃതി ഗായകൻ. അപ്പം മൃത്യുബോധത്തിന്റെ കവി, പ്രകൃതി ഗായകൻ, മിസ്റ്റിക് കവി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ജി ശങ്കരക്കുറുപ്പാണ്. ഓർത്തു വയ്ക്കണം. ഇനി അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, രാജ്യസഭാംഗമായ ആദ്യ മലയാള കവി ആര്? രാജ്യസഭാംഗമായ ആദ്യ മലയാള കവി ആരെന്ന് ചോദിച്ചാൽ ജി ശങ്കരക്കുറുപ്പാണ്. ഇത് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ മലയാള കവിയാണ് കുമാരനാശാൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ പത്മഭൂഷൺ ലഭിച്ച ആദ്യ മലയാള കവിയാണ് വള്ളത്തോൾ എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ഉപാധ്യക്ഷനായിരുന്ന കവിയാണ് ആരെന്ന് പഠിച്ചിട്ടുണ്ട്? വള്ളത്തോൾ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരെണ്ണം കൂടി പഠിച്ചു വെക്കണം. രാജ്യസഭാംഗമായ ആദ്യ മലയാള കവിയാണ് ആര്? ജി ശങ്കരക്കുറുപ്പ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാര് എന്ന് ചോദിച്ചാലും ജി ശങ്കരക്കുറുപ്പാണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാര് എന്ന് ചോദിച്ചാലും ജി ശങ്കരക്കുറുപ്പാണ്. ഇനി അദ്ദേഹത്തിന്റെ കൃതികളിലോട്ട് വന്നാൽ, അദ്ദേഹത്തിന്റെ വർക്കുകളിലോട്ട് വന്നാൽ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാവ്യ സമാഹാരമാണ് ഓടക്കുഴൽ. ഓടക്കുഴൽ എന്ന് പറയുന്ന കാവ്യ സമാഹാരമാണ്. അതിനകത്ത് ഒരുപാട് കവിതകൾ ഉണ്ടാവും. അതിലൊരു കവിതയാണ് സൂര്യകാന്തി. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, സൂര്യകാന്തി എന്ന കവിത രചിച്ചതാര് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. അത് ഏതിലാണ്? ഓടക്കുഴൽ എന്ന് പറയുന്ന കാവ്യ സമാഹാരത്തിലാണ് ആ കവിത വരുന്നത്. അതുപോലെ പ്രസിദ്ധമായ മറ്റൊരു കവിതയുണ്ട്, എൻ്റെ വേളി. നിങ്ങൾ ഒരുപക്ഷെ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. എൻ്റെ വേളി എന്ന് പറയുന്ന കവിത രചിച്ചത് ആരെന്ന് ചോദിച്ചാലും ജി ശങ്കരക്കുറുപ്പാണ്. ഓടക്കുഴൽ ഒരു കവിതയുടെ പേരാണ്. അതും ഏതിനകത്തുണ്ട്? ഓടക്കുഴൽ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനകത്തുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള കവിതകളാണ് ഏതൊക്കെ? എൻ്റെ വേളി, സൂര്യകാന്തി, ഓടക്കുഴലൊക്കെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള കവിതകളാണ്. അതുപോലെ ശ്രദ്ധിച്ചു വെക്കേണ്ടത് ഗീതാഞ്ജലി. ഗീതാഞ്ജലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് രവീന്ദ്രനാഥ ടാഗോറിന്റെ രചനയാണ്. ഭാരതത്തിൽ ആദ്യമായിട്ട് നോബൽ സമ്മാനം സാഹിത്യത്തിന് നേടുന്നത് ആരാണ്? അത് രവീന്ദ്രനാഥ ടാഗോറാണ്. 1913 ആദ്യമായിട്ട് നോബൽ സമ്മാനം നേടിയ ഭാരതീയൻ അല്ലെ. അതിന് അദ്ദേഹത്തെ അർഹനാക്കിയ കൃതിയാണ് ഗീതാഞ്ജലി. അതിലെ വരികൾ ശ്രദ്ധിച്ചു വെച്ചേക്കണം. രണ്ടുപേര് പ്രത്യേകം ശ്രദ്ധിച്ചു വെച്ചേക്കണം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, മൂകസസ്യങ്ങൾക്ക് നാവ് നൽകിയ ഭിഷഗ്വരൻ എന്ന് ടാഗോർ ഗീതാഞ്ജലിയിൽ എഴുതിയിട്ടുണ്ട്. ആരെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രസിദ്ധനായിട്ടുള്ള ഒരു സസ്യശാസ്ത്രജ്ഞനെ കുറിച്ചാണ് അങ്ങനെ എഴുതിയത്. JC ബോസ്, ജഗദീഷ് ചന്ദ്ര ബോസിനെ കുറിച്ചാണ്. ആ ഗീതാഞ്ജലി അതേ പേരിൽ മലയാളത്തിലോട്ട് പരിഭാഷപ്പെടുത്തിയതാര്? ആ ഗീതാഞ്ജലി അതേ പേരിൽ മലയാളത്തിലോട്ട് പരിഭാഷപ്പെടുത്തിയത് ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, കാളിദാസന്റെ മേഘദൂതവും അദ്ദേഹം മലയാളത്തിലോട്ട് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടി ശ്രദ്ധിച്ചു വയ്ക്കേണ്ടത്, ഒമർ ഖയാമിന്റെ റുബയാത്ത് എന്ന് പറയുന്ന ഒരു കാവ്യമുണ്ട്. ഒമർ ഖയാമിന്റെ റുബയാത്ത് എന്ന് പറയുന്ന കാവ്യം, അതും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? മലയാളത്തിലോട്ട് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ പരിഭാഷയാണ് വിലാസലഹരി. ഇത് പറയുമ്പോൾ ഒമർ ഖയാമിന്റെ റുബായത്ത് വേറൊരാളും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അത് ചങ്ങമ്പുഴയാണ്. ചങ്ങമ്പുഴ ഒമർ ഖയാമിന്റെ പരിഭാഷയ്ക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് മദനോത്സവം. അപ്പൊ മദനോത്സവം എന്നുള്ള പേരിൽ ഒമർ ഖയാമിന്റെ റുബയാത്ത് മലയാളത്തിലോട്ട് പരിഭാഷപ്പെടുത്തിയത് ആരെന്ന് ചോദിച്ച ചങ്ങമ്പുഴ. ഒമർ ഖയാമിന്റെ റുബായത്ത് വിലാസലഹരി എന്നുള്ള പേരിൽ പരിഭാഷപ്പെടുത്തിയത് ആരെന്ന് ചോദിച്ചാൽ അത് ജി ശങ്കരക്കുറുപ്പാണ്. ഇനി മറ്റൊരു ഭാഗത്തോട്ട് വന്നാൽ എന്തായാലും ഓടക്കുഴൽ പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടി. ആ പുരസ്കാരത്തിന്റെ പ്രതിഫലമായി കിട്ടിയ തുകയിൽ ഒരു നീക്കിയിരിപ്പ്, അതാണ് പിന്നീട് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നതിന് കാരണമായത്. ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ആര് എന്ന് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്. ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ആരാണ്? ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ്. ആദ്യത്തെ ഓടക്കുഴൽ അവാർഡ് ജേതാവാരെന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് ആദ്യത്തെ ഓടക്കുഴൽ അവാർഡ് ജേതാവ് അല്ലെ. തുളസീദാസന്റെ രാമായണം മലയാളത്തിലോട്ട് പരിഭാഷപ്പെടുത്തിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേറൊരു വിളിപ്പേര് കൂടിയുണ്ട്, കേരള തുളസീദാസൻ. കേരള തുളസീദാസൻ എന്ന് അറിയപ്പെടുന്ന എന്ന അപരാനാമമുള്ള കവി ആര് എന്ന് ചോദിച്ചാൽ അത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ ഒരു കവിതയുണ്ട്, ആരമ്മേ ഗാന്ധി.
ഗാന്ധി. ആരമ്മേ ഗാന്ധി എന്നുള്ള കവിത രചിച്ചതാരെന്ന് ചോദിച്ചാൽ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. ഒരു കുഞ്ഞ് അമ്മയോട് ചോദിക്കുന്നതാണ് ആരമ്മേ ഗാന്ധി. അപ്പൊ അമ്മ പറഞ്ഞു കൊടുക്കാണ്, അടികൊണ്ടാൽ ചിരിക്കുന്നോൻ കുടിൽ കൊട്ടാരമാക്കിയോൻ മകനെ ഗാന്ധി അപ്പൂപ്പൻ അത്ഭുതങ്ങളിൽ അത്ഭുതം. അല്ലെ, ഗാന്ധി അപ്പൂപ്പൻ അത്ഭുതങ്ങളിൽ അത്ഭുതം എന്ന് ഐൻസ്റ്റീനും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ അമ്മയും പറഞ്ഞു കൊടുക്കുകയാണ്, അടികൊണ്ടാൽ ചിരിക്കുന്നോൻ കുടിൽ കൊട്ടാരമാക്കിയോൻ മകനെ ഗാന്ധി അപ്പൂപ്പൻ അത്ഭുതങ്ങളിൽ അത്ഭുതം എന്ന വരികൾ ഏത് കവിതയിലേത് എന്ന് ചോദിച്ചാല് ആരമ്മേ ഗാന്ധി എന്ന് പറയുന്ന കവിതയിലേതാണ്. അതുപോലെ തന്നെ ഇത് രചിച്ചതാര് എന്ന് ചോദിച്ചാൽ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. അല്ലെ, ഗാന്ധിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള മറ്റു ചില കാവ്യങ്ങളും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് എൻ്റെ ഗുരുനാഥൻ, വള്ളത്തോൾ എഴുതിയത്. ഗാന്ധിജി മരിച്ചപ്പോൾ ആ സങ്കടത്തിൽ എഴുതിയ വള്ളത്തോളിന്റെ തന്നെ മറ്റൊരു കവിതയുണ്ട്. അതാണ് ഏത്, ബാപ്പുജി. ബാപ്പുജി അല്ലെ. അതുപോലെ ഗാന്ധിയുമായി ബന്ധപ്പെടുത്തി മറ്റൊരു കവിതയും മലയാളത്തിൽ ശ്രദ്ധേയമായതുണ്ട്. ഗാന്ധിയും ഗോഡ്സെയും, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയും നത്തുറാം ഗോഡ്സെയും എന്ന് പറഞ്ഞ് ഒരു കവിത മലയാളത്തിൽ വേറെയുണ്ട്. അത് രചിച്ചതാരെന്ന് ചോദിച്ചാൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപക ഡയറക്ടർ കൂടിയായിരുന്ന NV കൃഷ്ണവാര്യരാണ്. ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിത രചിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ആരാണ്, NV കൃഷ്ണവാര്യരാണ്. ഇദ്ദേഹത്തെ കുറിച്ച് അല്ലാതെയും ചോദിച്ചിട്ടുണ്ട്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപക ഡയറക്ടർ ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. NV കൃഷ്ണവാര്യരാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരമാണ്. ആ ആസ്ഥാനത്തിന് ഒരു പേരുണ്ട്, നളന്ദ. ഏതാണ്, നളന്ദ. ആ കവിതയിലെ ഒരു വരി പറഞ്ഞു കഴിഞ്ഞാല്, അരി വാങ്ങാൻ ക്യൂവിൽ തിക്കി നിൽക്കുന്നു ഗാന്ധി, അരികെ കൂറ്റൻ കാറിലേറി നീങ്ങുന്നു ഗോഡ്സെയും. ഒന്ന് ആലോചിച്ച് നോക്ക്, അരി വാങ്ങാൻ ക്യൂവിൽ തിക്കി നിൽക്കുന്നു ഗാന്ധി, അരികെ കൂറ്റൻ കാറിൽ ഏറി നീങ്ങുന്നു ഗോഡ്സെയും. ഗാന്ധിയും ഗോഡ്സെയും എന്നുള്ള കവിതയിലെ വരികളാണ്. ഈ വരികൾ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ വരികൾ എഴുതിയതാരാണ്, NV കൃഷ്ണവാര്യർ. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർക്കുക. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു കവിയിലോട്ട് വരാം. ONV കുറുപ്പ്. അല്ലെ, മലയാളത്തില് രണ്ടാമതായിട്ട് ജ്ഞാനപീഠം നേടുന്ന കവിയാണ്. G ശങ്കരക്കുറുപ്പിന് ശേഷം മലയാളത്തിൽ രണ്ടാമതായിട്ട് ജ്ഞാനപീഠം നേടുന്ന കവിയാണ് ആര്, ONV കുറുപ്പ്. 2007 അല്ലെ, 2007 ആർക്ക് ജ്ഞാനപീഠം കിട്ടുന്നത്, ONVക്ക് ജ്ഞാനപീഠം കിട്ടുന്നത്. മലയാളത്തിന്റെ കാവ്യസൂര്യൻ എന്നറിയപ്പെടുന്ന കവി, മലയാളത്തിന്റെ കാവ്യസൂര്യൻ എന്നറിയപ്പെടുന്ന കവി. അല്ലെ, കൊല്ലം ജില്ലക്കാരനാണ്. കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ആര് ജനിച്ചത്, ONV കുറുപ്പ് ജനിച്ചത്. ശരിക്കുള്ള പേര് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്. ONV ഒന്ന് സ്ട്രെച്ച് ചെയ്താൽ ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്. ആരുടെ ശരിക്കുള്ള നാമമാണ്, ONVയുടെ ശരിക്കുള്ള നാമമാണ്. അപ്പോൾ 2007 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. മലയാളത്തിന്റെ കാവ്യസൂര്യന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. അവിടെ എപ്പോഴും ശ്രദ്ധിച്ചു വെക്കേണ്ടത് അദ്ദേഹത്തിന്റെ കൃതികളാണ്. പരീക്ഷയ്ക്ക് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ONVക്ക് നേടിക്കൊടുത്ത അദ്ദേഹത്തിന്റെ ഒരു കൃതിയുണ്ട്, വളരെ പ്രസിദ്ധമാണ്, അക്ഷരം. മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ONVക്ക് കേന്ദ്ര സാഹിത്യ പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്, അക്ഷരം. അതേസമയം ONVക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതെന്ന് ചോദിച്ചാൽ അത് അഗ്നിശലഭങ്ങൾ എന്ന് പറയുന്ന കൃതിയാണ്, അഗ്നിശലഭങ്ങൾ. അതുപോലെ തന്നെ ONVക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി, ONVക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഉപ്പ്. ഉപ്പ് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഉപ്പ് എന്ന് പറയുന്ന കൃതി രചിച്ചതാരെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ് അത്, ONV ആണ്. എന്ത് അവാർഡ്, വയലാർ അവാർഡ്. ഒരു പക്ഷേ വയലാർ അവാർഡ് എന്ന് ചോദിക്കത്തില്ല, വേറെ രീതിയിൽ ചോദിക്കും. സോവിയറ്റ് ലാൻഡ് അവാർഡ് ONVക്ക് നേടിക്കൊടുത്ത കൃതി ഏതെന്ന് ചോദിക്കും. അതിൻ്റെയും ഉത്തരം ഉപ്പാണ്. വയലാർ അവാർഡും സോവിയറ്റ് ലാൻഡ് അവാർഡും ONVക്ക് നേടിക്കൊടുത്ത കൃതി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, അത് ഉപ്പാണ്. അതേസമയം ആശാൻ പുരസ്കാരം ONVക്ക് നേടിക്കൊടുത്ത ഒരു കൃതിയുണ്ട്. ആ കൃതിയാണ് ഭൂമിക്കൊരു ചരമഗീതം. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഭൂമിക്കൊരു ചരമഗീതം. അതിലെ വരികളാണ്, ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, മൃതിയിൽ നിനക്ക് അമൃതശാന്തി. ഈ വരികൾ ഏത് കവിതയിലേതാണെന്ന് ചോദിച്ചാൽ ഭൂമിക്കൊരു ചരമഗീതം എന്ന് പറയുന്ന കവിതയിലേതാണ്. അപ്പോൾ ഈ കൃതിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ആശാൻ പുരസ്കാരം
പുരസ്കാരം കിട്ടിയിട്ടുണ്ട് എന്ന് കൂടി ഓർക്കുക. അതുപോലെ അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് മൃഗയ. മൃഗയ എന്ന് പറയുന്ന കൃതി അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്തു എന്ന് കൂടി ഓർക്കുക. അപ്പോൾ ഈ പേരുകളെല്ലാം ഓർക്കണം. ഒന്ന് അക്ഷരം, രണ്ട് അഗ്നിശലഭങ്ങൾ, ഉപ്പ്, ഭൂമിക്കൊരു ചരമഗീതം, മൃഗയ. അത് കഴിഞ്ഞിട്ട് ഉജ്ജയിനി എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. കാളിദാസനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു കൃതിയാണ് ഉജ്ജയിനി എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. ശാർംഗപക്ഷികൾ എന്ന് പറയുന്ന കൃതിയുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഓർത്തു വയ്ക്കണം. ഉജ്ജയിനി, ശാർംഗപക്ഷികൾ, ഭൂമിക്കൊരു ചരമഗീതം, ഉപ്പ്, അക്ഷരം, അഗ്നിശലഭങ്ങൾ, മൃഗയ. ഇതെല്ലാം ആരുടേതാണ്? ONV കുറുപ്പിന്റെ കൃതികളാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം അവസാനം പ്രത്യേകിച്ച് എടുത്തു പറയാണ്. പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത്, പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത് ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ് എന്ന് ചോദിച്ചാൽ ആരുടേതാണ്? അത് ONVയുടേതാണ്. അപ്പോൾ പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത് എന്ന കൃതി ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ് എന്ന് ചോദിച്ചാൽ അത് ONV കുറിപ്പിൻ്റെതാണ് എന്ന് ഓർത്തു വയ്ക്കണം. ONV കുറിപ്പിന് 2007 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അന്ന് ആ ജ്ഞാനപീഠ കമ്മിറ്റിയിലുണ്ടായിരുന്ന മലയാളത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട കവിയുണ്ട്, കെ സച്ചിദാനന്ദൻ. ആരാണ്? സച്ചിദാനന്ദൻ. മലയാളത്തിലെ ഒരു പ്രിയപ്പെട്ട കവിയാണ് സച്ചിദാനന്ദൻ. അദ്ദേഹത്തിന്റെ ഒരു കൃതി കൂടി നിങ്ങൾ ഓർത്തു വെച്ചാൽ നല്ലതായിരിക്കും. മറന്നുവച്ച വസ്തുക്കൾ. മറന്നുവച്ച വസ്തുക്കൾ എന്ന കൃതി ആര് രചിച്ചതാണെന്ന് ചോദിച്ചാൽ സച്ചിദാനന്ദൻ രചിച്ചതാണ്. ഈ പറഞ്ഞ കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് കാരണം ഈ സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നിരസിച്ച കവി കൂടിയാണ് സച്ചിദാനന്ദൻ എന്ന് ഓർത്തു വയ്ക്കുക. അപ്പം മറന്നുവച്ച വസ്തുക്കൾ എന്ന കൃതി രചിച്ചതാരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് കെ സച്ചിദാനന്ദനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വന്നാൽ നമുക്കറിയാം ONV കുറുപ്പ് എന്ന് പറയുന്നത് കവിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഗാനരചയിതാവുമാണ് അല്ലെ. നമ്മുടെ മനസ്സിലോട്ട് പെയ്തിറങ്ങിയ ഒരുപാട് പാട്ടുകൾ ആര് രചിച്ചിട്ടുണ്ട്? ONV കുറുപ്പ് രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ പുരസ്കാരം ONV കുറുപ്പിന് നേടിക്കൊടുത്തത് വൈശാലി എന്ന് പറയുന്ന സിനിമയിലാണ്. വൈശാലി എന്ന് പറയുന്ന സിനിമയിലെ പാട്ടുകൾക്കാണ്. ബോംബെ രവി ഈണം പകർന്ന പാട്ടുകൾക്ക്. നിങ്ങൾക്കറിയാം ഇന്ദ്രനീലിമയോലും എന്ന പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി എന്ന പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ആരാണ് എഴുതിയത്? ഇതൊക്കെ എഴുതിയത് ONV കുറുപ്പാണ്. ഇത് പറയുമ്പോൾ ONV കുറുപ്പ് തന്നെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം എഴുതിയ പാട്ടുകളിൽ, സിനിമാ പാട്ടുകളിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് അദ്ദേഹം പറയാറുള്ളത് മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമര എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ടല്ലോ. ദേവരാജൻ സംഗീത സംവിധാനം നിർവഹിച്ച പാട്ട്. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടെന്ന് അദ്ദേഹം പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് മാണിക്യ വീണയുമായൻ. ട്രെയിനിനകത്തിരുന്ന് എഴുതിയ ഒരു പാട്ടാണ്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകളുണ്ട്. വെറുതെ ഒന്ന് കേട്ടിരിക്കുക. ആദിയുഷ സന്ധ്യ പൂത്ത ദിവിടെ കേട്ടിട്ടുണ്ടോ? പഴശ്ശിരാജ എന്ന് പറയുന്ന ചിത്രത്തിലെ പാട്ടാണ് ആദിയുഷ സന്ധ്യ പൂത്ത ദിവിടെ അല്ലെ. അതിലാണ് വേറെ വരികളുണ്ട്. ആരിവിടെ ചുരങ്ങൾ താണ്ടി ചൂളമടിച്ചു, ആനകേറ മാമലതൻ മൗനമുടച്ചു, സ്വാതന്ത്ര്യമേ നീലാകാശമേ എന്ന് തുടങ്ങുന്ന ആ പാട്ട്, പഴശ്ശിരാജയിലെ പാട്ട്, ഇളയരാജ സംഗീതം നിർവഹിച്ച പാട്ട്, അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതുപോലെ തന്നെ വളരെ ഗ്രഹാതുരത്വമുള്ള മറ്റൊരു പാട്ടുണ്ട്, ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന എന്നുള്ള പാട്ട് നമ്മൾ പാടാത്തവരാരുമില്ല അല്ലെ. അതുപോലെ തന്നെ ഒരു ദളം മാത്രം എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓർമ്മകളെ കൈവള ചാർത്തി വരൂ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ എന്ന് തുടങ്ങുന്ന പാട്ട്. അതുപോലെ പഞ്ചാഗ്നിയിലെ സാഗരങ്ങളെ എന്ന് തുടങ്ങുന്ന പാട്ട്. ഇതൊക്കെ എഴുതിയത് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? അത് ONV കുറുപ്പാണ്. സിനിമയെക്കുറിച്ചും പഠിക്കാനായിട്ട് തന്നിട്ടുണ്ട്. ആ ഭാഗത്ത് ഇതുവല്ലതും ചോദിച്ചാലോ, അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്ത് ഉൾക്കൊള്ളിച്ചതാണ്. അപ്പൊ ഗാനരചയിതാവിനുള്ള ദേശീയ പുരസ്കാരം ONVക്ക് നേടിക്കൊടുത്തത് വൈശാലി എന്ന് പറയുന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. മലയാളത്തിൽ ആദ്യമായിട്ട് ഗാനരചയിതാവിനുള്ള ദേശീയ പുരസ്കാരം നേടിയത് ആര് എന്ന് ചോദിച്ചാലോ, മലയാളത്തിൽ ആദ്യമായിട്ട് ഗാനരചനയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയത് ആര് എന്ന് ചോദിച്ചാൽ അത് 1974
1972 വയലാർ രാമവർമ്മയ്ക്കാണ്. ആർക്കാണ്? വയലാർ രാമവർമ്മയ്ക്കാണ്. ആ പ്രസിദ്ധമായുള്ള ഗാനം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുമുണ്ട്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് തുടങ്ങുന്ന വരികൾക്കാണ് മികച്ച ഗാനരചയിതാവിനുള്ള ബഹുമതി ആർക്ക് നൽകിയത്? വയലാർ രാമവർമ്മയ്ക്ക് നൽകിയത് 1972. ചിത്രം ഏതെന്നും ഓർത്തു വെക്കണം. അതേതാണ്? അച്ഛനും ബാപ്പയും. അച്ഛനും ബാപ്പയും. ആ പാട്ടിന് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ആരെന്ന് ഓർത്തു വെക്കണം. ദേവരാജനാണ്. ആരാണ്? ദേവരാജനാണ്. പാടിയേക്കുന്നത് യേശുദാസാണ്. അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഏറ്റവും മികച്ച ഗായകനുള്ള ദേശീയ ബഹുമതി ആ കൊല്ലം യേശുദാസിന് ലഭിച്ചിരുന്നു. ഈ ചിത്രത്തിലെ ഈ പാട്ടിന്, ഏതിന്? അച്ഛനും ബാപ്പയും എന്ന് പറയുന്ന ചിത്രത്തിലെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന പാട്ടിന് ഏറ്റവും മികച്ച ഗായകനുള്ള ദേശീയ ബഹുമതിയും ആദ്യമായിട്ട് യേശുദാസിന് കിട്ടുന്നു. ഏറ്റവും കൂടുതൽ തവണ മികച്ച ഗായകനുള്ള ദേശീയ ബഹുമതി കിട്ടിയത് ആർക്കെന്ന് ചോദിച്ചാലും യേശുദാസിനാണ്. ഇതുവരെ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 8 തവണ മികച്ച ഗായകനുള്ള ദേശീയ ബഹുമതി യേശുദാസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ ബഹുമതി ആദ്യം ലഭിച്ചത് വയലാർ രാമവർമ്മയ്ക്കാണ്. 1972 അച്ഛനും ബാപ്പയും എന്ന് പറയുന്ന ചിത്രത്തിലെ ഗാനത്തിനാണ്. ആ ഗാനം മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. പക്ഷെ പരീക്ഷയ്ക്ക് മുമ്പൊരിക്കൽ ചോദിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ വേറൊരു പാട്ടുണ്ട്. പോസ്റ്റ്മാനെ കാണാനില്ല എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ടാണ്. അത് ഈശ്വരൻ ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, മുസ്ലിം അല്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടാണ്. അതുകൂടി ഓർത്തു വയ്ക്കുക. അതിൻ്റെയും സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജി ദേവരാജനാണ്. അതുപോലെ ഓർത്തു വയ്ക്കണം, ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ 1966 ആദ്യമായിട്ട് പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ചിത്രമാണ് ചെമ്മീൻ. അതിലെ പാട്ടുകളുണ്ട്. കടലിനക്കരെ പോണോരെ എന്ന് പറയുന്ന പാട്ടുണ്ട്. ആ പാട്ട് എഴുതിയതാരാണ്? അത് വയലാറാണ്. കടലിനക്കരെ പോണോരെ എന്നുള്ള പാട്ട് യേശുദാസ് പാടിയ പാട്ടാണ്. അത് എഴുതിയതാരാണ്? വയലാറാണ്. അതിൽ തന്നെ മാനസ മൈനേ വരൂ എന്ന് പറയുന്ന പാട്ടുണ്ട്. ആ പാട്ട് എഴുതിയതാരാണ്? ആ പാട്ട് എഴുതിയതും വയലാറാണ്. അത് പാടിയിരിക്കുന്നത് മന്നാടെയാണ്. ആ സിനിമയിലെ, അതായത് ചെമ്മീൻ എന്ന് പറയുന്ന സിനിമയിലെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സലിൽ ചൗധരിയാണ്, ദേവരാജൻ അല്ല. ഓർത്തു വെക്കണം, സലിൽ ചൗധരിയാണ്. അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ പിള്ളേരുടെ പുസ്തകത്തിൽ ഏതോ ക്ലാസ്സിലെയാണ്, SCRT പുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. ഈ വരികൾ രചിച്ചതാര് എന്ന് ചോദിച്ചാൽ അതും വയലാർ രാമവർമ്മയാണ്. കവിത അശ്വമേധം. ഏതാണ് കവിത? അശ്വമേധം എന്ന് പറയുന്ന കവിത. അതുപോലെ ശ്രദ്ധിച്ചു വെക്കണം, പിള്ളേരുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നതാണ്. കൊന്തയും പൂണൂലും എന്ന കവിത രചിച്ചതാര്? കൊന്തയും പൂണൂലും എന്ന കവിത രചിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? അതും വയലാറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഖണ്ഡകാവ്യമുണ്ട്, ആയിഷ. ആയിഷ എന്ന് പറയുന്ന ഖണ്ഡകാവ്യം രചിച്ചതാരെന്ന് ചോദിച്ചാൽ വയലാർ രാമവർമ്മയാണ്, അല്ലെ? ആയിഷ എന്ന് പറയുന്ന പ്രസിദ്ധമായ കഥാപ്രസംഗമുണ്ട്, വി സാംബശിവൻ. അറിഞ്ഞൂടെ? ആയിഷ എന്ന് പറയുന്ന ഖണ്ഡകാവ്യം രചിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? വയലാർ രാമവർമ്മയാണ്. ഈ വയലാർ രാമവർമ്മ തന്നെ പാടിയതാണ് ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. അങ്ങനെ പാടിയതാരെന്ന് ചോദിച്ചാലും ആരാണ്? വയലാർ രാമവർമ്മയാണ്. അപ്പൊ എന്തായാലും ദേശീയ തലത്തിൽ ഗാനരചനയ്ക്ക് ആദ്യമായി ബഹുമതി നേടിയ ആളാണ്, അംഗീകരിക്കപ്പെട്ട ആളാണ്, ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട ആളാണ് വയലാർ രാമവർമ്മ എന്ന് പറയുമ്പോൾ വേറൊരു ഗാനരചയിതാവിനെ കൂടി, വേറൊരു കവിയെ കൂടി ഇവിടെ ഓർക്കാതിരിക്കാൻ പറ്റൂല. ആ കവി ആരാണ്? പി ഭാസ്കരനാണ്. ആരാണ്? പി ഭാസ്കരൻ, അല്ലെ? 1954 റിലീസായ സിനിമയാണ് നീലക്കുയിൽ. 1954 റിലീസായ സിനിമയാണ് നീലക്കുയിൽ, അല്ലെ? പി ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്ന് സംവിധാനം ചെയ്ത സിനിമയാണ് നീലക്കുയിൽ. ആ നീലക്കുയിൽ എന്ന് പറയുന്ന ചിത്രം, അതിന് വെള്ളി മെഡൽ കിട്ടി. പ്രസിഡന്റിന്റെ വെള്ളി മെഡൽ, ദേശീയ തലത്തിൽ ആദ്യമായി അംഗീകരിക്കപ്പെട്ട മലയാള ചലച്ചിത്രം എന്ന് പറയാം. പ്രസിഡന്റിന്റെ വെള്ളി മെഡൽ കിട്ടിയ ചിത്രമാണ് നീലക്കുയിൽ. അതിലും ശ്രദ്ധേയമായിട്ടുള്ള ഗാനങ്ങളുണ്ട്. അതിലൊരു ഗാനമാണ് എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിയിലെന്ന്, അല്ലെ? അങ്ങനെ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പാടിയിട്ടുണ്ടാവും. ഈ ഗാനം രചിച്ചതാരാണ്? അത് പി ഭാസ്കരനാണ്. അതാരാണ്? പി ഭാസ്കരനാണ്. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ട്
കേട്ടിട്ടുണ്ട്, കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലിക്കിയ സുന്ദരി. ഈ ഗാനം രചിച്ചതാരെന്ന് ചോദിച്ചാലും അതും ആരാണ്? പി ഭാസ്കരനാണ്. എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും, വളരെ പ്രസിദ്ധമായിട്ടുള്ള ചെമ്മീനിലെ ഈ ഗാനവും രചിച്ചതാരെന്ന് ചോദിച്ചാൽ അത് പി ഭാസ്കരനാണ്. അതുപോലെ തന്നെ 8ാം ക്ലാസ്സിലെ പിള്ളേരുടെ പുസ്തകത്തിനകത്ത് പ്രത്യേകം ബോക്സ് വരച്ച് കൊടുത്തിരിക്കുന്ന ഒരു സിനിമാ പാട്ടുണ്ട്. മുറപ്പെണ്ണ് എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. മുറപ്പെണ്ണ് എന്ന് പറയുന്നത് MT വാസുദേവൻ നായരുടെ ആദ്യത്തെ തിരക്കഥയിലുണ്ടായ സിനിമ കൂടിയാണ്. മുറപ്പെണ്ണ് എന്ന് പറയുന്ന MT വാസുദേവൻ നായരുടെ ആദ്യ സിനിമാ തിരക്കഥയാണ്. ആ സിനിമയിൽ ഒരു പാട്ടുണ്ട്. ആ പാട്ടാണ് മറക്കുവാൻ പറയാൻ എന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കയാണ് അതിലെളുപ്പം, മറവിതൻ മാറിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി ഉണർത്തിയിടുന്നു എന്ന് പറയുന്ന ആ പാട്ട് ഏത് സിനിമയിലേതാണ് എന്ന് ചോദിച്ചാൽ മുറപ്പെണ്ണ് എന്ന് പറയുന്ന സിനിമയിലേതാണ്. MTയുടെ ആദ്യത്തെ തിരക്കഥ എന്ന് ചോദിച്ചാലും മുറപ്പെണ്ണ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് തിരക്കഥ രചിക്കുന്നത്. അപ്പൊ അത് ഓർത്തു വെക്കണം. രചിച്ചിരിക്കുന്നത് ആരാണ്? പി ഭാസ്കരനാണ്. 8ാം ക്ലാസ്സിലെ പിള്ളേരുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ്. ഇനി അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. അത് SCERT പുസ്തകത്തിനകത്ത് കൊടുത്തിരിക്കുന്നതാണ്. പി ഭാസ്കരന്റെ ഒരു കവിതയുണ്ട്, കാളകൾ. നമ്മളും ചിലപ്പോൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും കാളകൾ എന്ന് പറയുന്ന കവിത. നിങ്ങൾക്ക് ഓർമ്മ വരും. തോളത്ത് കനം തൂങ്ങും വണ്ടിതൻ തണ്ടും പേറി കാളകൾ മന്ദം മന്ദം ഇഴഞ്ഞ് നീങ്ങിയിടുമ്പോൾ എന്ന് പറയുന്ന കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് ആണ് ഏത് കവിത? കാളകൾ എന്ന് പറയുന്ന കവിത. ഇത് രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അതും പി ഭാസ്കരനാണ്. അപ്പൊ ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യമാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞ് മറ്റൊരു കവിയിലോട്ട് വരാം. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ, ഏറ്റവും ഒടുവിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ 3ാമത്തെ കവി ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അല്ലെ, ആറാമത് ജ്ഞാനപീഠം നേടുന്നയാള് 3ാമത്തെ കവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഏത് കൊല്ലമാണ്? 2019 അല്ലെ. ജി ശങ്കരക്കുറുപ്പ് എറണാകുളത്ത് കാലടിയിലാണ് ജനിച്ചതെന്ന് പറഞ്ഞു. അതുപോലെ ONV കുറുപ്പ് കൊല്ലത്ത് ചവറയിലാണ് ജനിച്ചതെന്ന് പറഞ്ഞു. അതുപോലെ ശ്രദ്ധിച്ചു വയ്ക്കേണ്ടതാണ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി ജനിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് കുമാരനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. പാലക്കാട് കുമാരനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. പാലക്കാട് തന്നെ ജനിച്ച മറ്റൊരു ജ്ഞാനപീഠ ജേതാവുണ്ട്, MT വാസുദേവൻ നായർ. അവർ രണ്ടുപേരും പാലക്കാടുകാരാണ്. അല്ലെ, ശരി. അപ്പൊ അത് ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അക്കിത്തത്തിന്റെ കവിതകളിലോട്ട് പോയാൽ, കൃതികളിലോട്ട് പോയാൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കൃതി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം. 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന് പറയുന്ന കൃതി നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് 950കളിൽ രചിച്ച കൃതിയാണ്. 1950 രചിച്ച കൃതിയാണ്. ഏത്? 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം. 1952 തോന്നുന്നു. ആ കൃതിക്കാണ് അദ്ദേഹത്തിന് സഞ്ജയൻ പുരസ്കാരം ലഭിക്കുന്നത്. 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം. അതില് പ്രസിദ്ധമായിട്ടുള്ള ചില വരികളുണ്ട്, ഒന്ന് ഓർത്തു വെച്ചേക്കുക. നിങ്ങൾക്ക് അറിയാം, വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. ഇത് എഴുതാനുണ്ടായ സാഹചര്യം കൂടി മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഭക്ഷ്യക്ഷാമം കാരണം ഒരുപാട് ശിശുമരണങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ആ മരണപ്പെട്ട പിള്ളേർക്ക് വേണ്ടി എഴുതിയതാണ്. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. ഇതൊരു ഖണ്ഡകാവ്യം കൂടിയാണ്. 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. ഇത് പറയുമ്പോൾ വേറെ 1-2 വരികൾ കൂടി ഓർത്തു വെച്ചാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് മനസ്സിലാക്കാൻ പറ്റുന്ന വരികളുണ്ട്. ഓരോ മാതിരി ചായം തേച്ച കീറത്തുണിയുടെ വേദാന്തം. ഓരോ മാതിരി ചായം തേച്ച കീറത്തുണിയുടെ വേദാന്തം. അപ്പൊ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഈ വരികളിലുണ്ട്. EMSന്റെയൊക്കെ വളരെ അടുത്ത സുഹൃത്തായിരുന്ന ആളാണ്. EMSന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്ന ആളാണ്. ആ സമയത്താണ് ഇങ്ങനെയുള്ള വരികൾ അദ്ദേഹത്തിന്റെ 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന് പറയുന്ന ആ ഖണ്ഡകാവ്യത്തിൽ വരുന്നത്. ഇത് സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെയൊക്കെ അല്പം ചൊടിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് ആ കാലഘട്ടത്തിൽ. അപ്പൊ അത് 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരി എഴുതിയ വരികളാണ് എന്നുകൂടി അവിടെ ഓർത്ത് വയ്ക്കുക. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ
കൃതികളിലോട്ട് മറ്റു ചില കൃതികളിലോട്ട് വന്നാൽ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത ഒരു പ്രധാനപ്പെട്ട കൃതിയുണ്ട്, ഓർത്തു വയ്ക്കണം, ബലിദർശനം. അപ്പൊ അക്കിത്തത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിക്കൊടുത്ത കൃതി എന്ന് ചോദിച്ചാൽ ബലിദർശനമാണ്. അദ്ദേഹത്തിന് ഓടക്കുഴൽ ബഹുമതി നേടിക്കൊടുത്ത ഒരു കൃതിയുണ്ട്, നിമിഷക്ഷേത്രം. നിമിഷക്ഷേത്രം എന്ന കൃതി രചിച്ചതാര്? അക്കിത്തം. എന്ത് അവാർഡ് നേടിക്കൊടുത്തു? ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്തു. അതുപോലെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയുണ്ട്, അന്തിമഹാകാലം. അന്തിമഹാകാലം ആരുടെ രചനയാണ് എന്ന് ചോദിച്ചാൽ അക്കിത്തത്തിന്റെ രചനയാണ്. അപ്പോൾ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസമുണ്ട്, ബലിദർശനമുണ്ട്, അന്തിമഹാകാലമുണ്ട്, നിമിഷക്ഷേത്രമുണ്ട്, അതുപോലെ തന്നെ അമൃതഗാധിക. അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു രചനയാണ്, കൃതിയാണ്. ഏത്? അമൃതഗാധിക. അമൃതഗാധിക. അതുപോലെ വേറെ ഒരു കൃതി കൂടിയുണ്ട്, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം. ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം. അപ്പൊ ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം എന്ന കൃതി രചിച്ചതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള മറ്റു ചില വരികളൊന്ന് കേട്ടുവയ്ക്ക്. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണ് എന്നാത്മാവിൽ 1000 സൗരമണ്ഡലം. അല്ലെ, ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണ് എന്നാത്മാവിൽ 1000 സൗരമണ്ഡലം. അല്ലെ, അക്ഷരങ്ങൾക്ക് എന്തുമാത്രം ശക്തി ഉണ്ടാകുന്നു, അക്ഷരങ്ങൾക്ക് ഹൃദയത്തെ പടപ്പിക്കാൻ പറ്റുന്നു. അല്ലെ, ആ പടപടപ്പ് കൊണ്ട് ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഓരോ തരം വികാരങ്ങൾ എത്തിക്കാനായിട്ട് അക്ഷരങ്ങൾക്ക് കഴിയുന്നു. ആരുടെ എഴുത്ത്? അത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ എഴുത്ത്. അടുത്ത വരി നോക്ക്. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ഞാൻ ചെലവാക്കവേ, ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ഞാൻ ചെലവാക്കവേ, ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി. ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി. അപ്പോ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ അതിൽ പങ്കുചേരുകയും നമ്മുടെ ദുഃഖം മറ്റുള്ളവരെ അറിയിക്കാതെ മറ്റുള്ളവർക്ക് സന്തോഷം തോന്നാൻ ഒരു പുഞ്ചിരി വിടർത്തുകയും കഴിഞ്ഞാൽ എത്ര നന്നായിരുന്നു എന്നുള്ളതാണ്. അല്ലെ, അപ്പോ അക്കിത്തം അച്യുതൻ നമ്പൂതിരി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, കവിത കൊണ്ട് കാലത്തെ ജ്വലിപ്പിച്ച കവി. കവിത കൊണ്ട് കാലത്തെ ജ്വലിപ്പിച്ച കവിയാണ് ആര്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, അല്ല നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.